ഹായ്, എല്ലാവർക്കും ഹായ്. അപ്പോൾ ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ പാരമ്പര്യങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനൊരു പഠന സഹായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പാരമ്പര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാമത്തെ പാരമ്പര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതിൽ. അതിലാദ്യത്തെ 4 പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തു. 5ാമത്തെ പാരമ്പര്യം ഇതാണ്: ഓരോ ഗ്രൂപ്പിനും പ്രാഥമികമായ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും കഷ്ടപ്പെടുന്ന മദ്യപന് സന്ദേശം എത്തിക്കുക. ഇവിടെ 6ാമത്തെ ചോദ്യം ഇതാണ്: ഗ്രൂപ്പിലെ പഴമക്കാർ ഇപ്പോഴും കഷ്ടത അനുഭവിക്കുന്ന മദ്യാസക്തര് ആകാമെന്ന് ഞാൻ ഓർമ്മിക്കുന്നുവോ? അവരെ സഹായിക്കാനും ഒപ്പം തന്നെ അവരിൽ നിന്നും പഠിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ടോ? ഇതൊരു ചോദ്യമാണ്. കാരണം ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത്, അതായത് ഒരാൾ എയിൽ വന്നു കുടി നിർത്തി, അയാളൊരു ആത്മീയ തലത്തിൽ ജീവിക്കുന്നു, പിന്നെ അയാൾക്കൊരു പ്രശ്നവും ഇല്ലെന്ന ആ ഒരു തെറ്റിദ്ധാരണ ഒരു പക്ഷേ എയിലുള്ള പഴമക്കാർക്ക് പോലും ഉണ്ടാകും. അതായത് പുതിയ ആൾക്കാരെ, എയിൽ പുതിയതായി വരുന്നവരെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പഴമക്കാർ അവരവരുടെ കാര്യം നോക്കിക്കോളും, അവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ്, അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല, അത്തരം ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ ഈ പല പാരമ്പര്യങ്ങളും ഈ എയിൽ പുതിയതായിട്ട് വരുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ്. പഴയ ആൾക്കാർക്ക് ഇതൊന്നും ബാധകമല്ല. ഇത്തരത്തിലുള്ള ചില ചിന്തകൾ, ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ചിലപ്പോഴെങ്കിലുമൊക്കെ എയിൽ കേൾക്കാറുണ്ട്. പക്ഷേ കുറച്ച് വർഷങ്ങൾ സോബറായി എയിൽ നിൽക്കുന്ന ഒരാളാണ്, ഈ ആളെയാണ് നമ്മൾ പഴമക്കാരെന്ന് പറയുന്നത്. പഴമക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരൊന്നുമില്ല. അപ്പൊ എത്ര കൊല്ലം ആയാലും ആ പഴമക്കാരെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് വർഷങ്ങൾ സോബറായ ആളുകളെ പഴയ ആൾക്കാരെന്ന് പറയുന്നു. അപ്പം അത്തരം ആളുകൾ ആൽക്കഹോൾസ് അനോണിമസിൽ നിൽക്കണമെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഹോം ഗ്രൂപ്പിൽ മീറ്റിങ്ങിന് പോവുകയും സോബറായിട്ടിരിക്കുകയും മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ പോകാതെ ഒതുങ്ങിക്കൂടുന്ന ആളുകളുണ്ടാവും. അത്തരക്കാരെ ആൽക്കഹോൾസ് അനോണിമസിന്റെ നിരന്തരമായ സർവീസുകളിലേക്കുമൊക്കെ കൊണ്ടുവരുവാനും അതുപോലെ അവരെ മുന്നോട്ട് നയിക്കുവാനും മറ്റുള്ള അംഗങ്ങൾ തയ്യാറാകേണ്ടതാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ 6ാമത്തെ പോയിന്റിൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പ്രമോദ് വന്നിട്ടുണ്ടെങ്കിൽ പ്രമോദ് ഇതിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കുക. പ്രമോദ് ഇല്ലെങ്കിൽ ലതീഷ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആരൊക്കെയാ ഉള്ളത് നോക്കിയില്ല. ലതീഷിന് സംസാരിക്കാം, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാവുന്നതാണ്. ഹലോ, പ്രമോദേട്ടനുണ്ട്? പ്രമോദുണ്ട്. പ്രമോദേ, മറ്റാരെങ്കിലും ഉണ്ടോ മാഷേ? വേറെ ഇപ്പൊ ആരും ഇതിനകത്ത് ഇപ്പൊ ഇല്ല. നിങ്ങളൊന്ന് പറഞ്ഞോളൂ. ആരും കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ ആളുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരി തന്നെയാണ്. പക്ഷെ ആരും കൂടുതൽ ആൾക്കാരും ഭാഗവാക്കാകുന്നില്ല. എല്ലാവരും ശ്രോതാക്കളായിരിക്കുകയാണ്. എന്തായാലും ഞാൻ തുടങ്ങാം അല്ലേ? തുടങ്ങിക്കോളൂ. സുഹൃത്തുക്കളെ, മദ്യാസക്തനാണ്. ദൈവാനുഗ്രഹത്താലും ഫെലോഷിപ്പിന്റെ സഹായത്താലും ഇന്നും മദ്യവെക്കുന്നത്. എൻ്റെ പേര് പ്രമോദ്. ഹായ്, ഗുഡ് ഈവനിങ്. ഈ മാഷ് പറഞ്ഞ ഈ ഒരു ഞാൻ ഓഡിയബിൾ അല്ലേ മാഷെ? അവിടെ കേൾക്കാം. ഓക്കെ. അപ്പൊ ഈ 6ാമത്തെ ഈ ചോദ്യാവലിയിൽ 6ാമത്തെ ചോദ്യം: ഗ്രൂപ്പിലെ പഴമക്കാർ ഇപ്പോഴും കഷ്ടത അനുഭവിക്കുന്ന മദ്യാസക്തരാകാമെന്ന് ഞാൻ ഓർമ്മിക്കുന്നുവോ? അവരെ സഹായിക്കാൻ ഒപ്പം തന്നെ അവരിൽ നിന്ന് പഠിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം. ഈ ചോദ്യം എനിക്ക് വളരെ 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 പ്രസക്തിയുള്ള, എന്നാൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സംഗതിയാണ് എനിക്ക് തോന്നുന്നത്. വളരെ പ്രസക്തിയുണ്ട്, എന്നാൽ അതിന് ചർച്ച ഈ ലെവലിൽ ചർച്ച കുറവാണ്. ഞാൻ അധികം ചർച്ച കേട്ടിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ പാരമ്പര്യങ്ങളെ കുറിച്ച് തന്നെ മനസ്സിലാക്കി വരുന്ന സമയത്ത് ഈ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിലെ ഗ്രൂപ്പിന്റെ
മറന്നു. ഗ്രൂപ്പിന്റെ നമ്മൾ ഇത് ചെയ്യേണ്ട ഭാഷ എന്താ പേര് പറയാ? ഗ്രൂപ്പിന്റെ മോനെ കിട്ടണില്ലോ. ഗ്രൂപ്പിന്റെ ഇൻവെന്ററി. ഗ്രൂപ്പ് ഇൻവെന്ററി. ആ, ഗ്രൂപ്പ് ഇൻവെന്ററിയുടെ പറ്റി അത് വിശദീകരിക്കുന്ന ഭാഗത്ത് അതിലെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ കുറെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ചോദ്യം ഗ്രൂപ്പിൽ പുതുമക്കാർ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനടുത്ത് തന്നെ മറ്റൊരു ചോദ്യം കൂടി കിടന്നു. ഗ്രൂപ്പിലെ പഴമക്കാർ എത്തുന്നുണ്ടോ? പഴമക്കാർ കൃത്യമായി ഗ്രൂപ്പിൽ അറ്റൻഡൻസ് ഉണ്ടോ? ഇതൊരു ഗ്രൂപ്പ് ഇൻവെന്ററിക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാമ്പിൾ ചോദ്യം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതുമക്കാർ എത്തുന്നുണ്ടോ എന്നുള്ളതിന് ന്യായമായ അർത്ഥവും വിശദീകരണവും ഒക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രൂപ്പിലെ. പക്ഷെ പഴമക്കാർ കൃത്യമായി അറ്റൻഡൻസ് ഉണ്ടോ എന്നുള്ളത് എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞാൻ വിശകലനം ചെയ്തു പോയി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി നോക്കുമ്പോൾ അത് അധികം നേരത്തെ പറഞ്ഞ പോലെ അധികം ചർച്ച ചെയ്യപ്പെടാതെ അങ്ങനെ കിടക്കുകയാണ്. എന്തുകൊണ്ടാവും അങ്ങനെ ഒരു കാര്യം? അപ്പോൾ ഒന്ന് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഗ്രൂപ്പിലൊരു പഴമക്കാരെന്ന് മാഷ് പറഞ്ഞ പോലെ ഒരു വർഗീകരണം ഉണ്ടാവുന്നത് തന്നെ കുറെ കാലം അങ്ങനെ വിഭാഗമൊന്നും ഇല്ലല്ലോ. ഒരു 2, 3, 4, 5 കൊല്ലം അങ്ങ് പിന്നിട്ട് പോകുമ്പോൾ പഴമക്കാരനായി. അങ്ങനെ പഴമക്കാരെന്ന് വിളിക്കും, ഓൾഡ് ടൈമർ എന്നൊക്കെ വിളിക്കും. ശരി, അപ്പോൾ ഇവര് കുറച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുടിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നിന്നൊക്കെ വിട്ട് പോയി കുറേശ്ശെ ഇത് ഒറ്റയടിക്കുള്ള റിക്കവറി അല്ലല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒറ്റയടിക്ക് റിക്കവറി ആയിട്ട് അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരുമിച്ച് രക്ഷപ്പെടുന്ന ഒരു പദ്ധതി അല്ലല്ലോ. വർഷങ്ങളെടുത്ത്, ചിലപ്പോൾ 10, 15 വർഷങ്ങളെടുത്ത്, 20, 25 വർഷങ്ങൾ എടുത്തിട്ടും ഒക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നത്. സുപ്രഭാതത്തിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഈ വ്യക്തിജീവിതം, ചില ആൾക്കാർക്ക് ഇടർച്ചയുണ്ടാവും, വ്യക്തിജീവിതത്തിൽ ഇടർച്ചയുണ്ടാവും. കുടിയിലല്ല, വ്യക്തിജീവിതത്തിൽ ഇടർച്ചയുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിലെ അംഗങ്ങൾ നിലയ്ക്ക് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ അത് അയാളെ വ്യക്തിപരമായി ഇകഴ്ത്താനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അയാൾ അങ്ങനെയാണ്, ഇത്ര വർഷമായിട്ട് അയാൾ ഇങ്ങനെയാണ്. എന്നാൽ അയാളൊരു മദ്യാസക്തനാണ്, അയാൾ റിക്കവറിങ് ആണ്, അയാൾ റിക്കവേർഡ് അല്ല, റിക്കവറിങ് ആണ്. എത്ര കാലമായാലും അയാൾ ഇപ്പൊ ധാർമ്മികമായും വ്യക്തിപരമായും അതേപോലെ മാനസികമായും സൈക്കോളജിക്കലായും എല്ലാ തലത്തിലും അയാൾ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ പോലെ തന്നെ നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണല്ലോ. അപ്പൊ ഇച്ചിരി വർഷങ്ങൾ കഴിയുമ്പോൾ അയാളിൽ വല്ലാത്തൊരു പ്രതീക്ഷ നമ്മൾ കൊടുക്കുകയും അയാളുടെ അപജയങ്ങളെ ഗ്രൂപ്പിൽ ഇകഴ്ത്തുകയും അതുകൊണ്ട് അയാളെ അവഗണിക്കുകയും ചെയ്യുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു പഴമക്കാരനെ അവഗണിക്കുക. അപ്പോൾ ഇത് ഒരു അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സംഭവമാണ്. അതുപോലെ അവരുടെ ഇടയിൽ ഒരു കുറച്ച് ഉള്ള ആൾക്കാരെ, അല്പം വായനയും അല്പം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളുകളെ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യാൻ ശ്രമിക്കും. അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. എന്നാൽ കൂടുതൽ മീറ്റിംഗ് അനുഭവമുള്ള ആൾക്കാരെ, എന്നാൽ അധികം സംസാരിക്കാത്ത ആൾക്കാരുണ്ടാവും, അവരെന്നും സൈഡ് പാർഷ്യലൈസ് ചെയ്യപ്പെടും. അപ്പൊ അത് അവരും റിക്കവറിങ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ ചില ആളുകൾ വിടാതെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എത്ര അപകടന ഏറ്റാലും വിടാതെ വന്നുകൊണ്ടിരിക്കും. 10, 12, 15 വർഷമായ ആൾക്കാർ അവരോടൊന്നും ആവശ്യപ്പെടാതെ, അവരിലൊന്നും പ്രതീക്ഷിക്കാതെ, അവരിൽ എന്തെങ്കിലും പാഠങ്ങളുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അവരെ അങ്ങനെ പാർശ്വവൽക്കരിച്ച് അങ്ങനെ കൊണ്ടുപോകും. അവർ ഒരു സജീവമല്ല. പല ബുദ്ധിമാന്മാരായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന കാര്യമായിരിക്കും, അവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. അടുത്ത് നോക്കിയാൽ അറിയാം, വ്യക്തിപരമായിട്ട് അടുത്ത് നോക്കിയാൽ അറിയാം അവര് എത്രമാത്രം അനുഭവ തീവ്രത ഉള്ളവരാണെന്നുള്ളത്. വ്യക്തിപരമായിട്ട് സംസാരിച്ച് നോക്കിയാൽ അറിയാം. പക്ഷെ പലരും ഉറക്കെ വിളിച്ചു പറയില്ല. അപ്പൊ ഇങ്ങനെ ഒരു പഴയ ആളുകളെ, അവരും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അവർക്കും സൈക്കോളജിക്കലി, മെന്റലി, സോഷ്യലി ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അത് അവര് ഒരു പ്രത്യേക വിഭാഗമാണ്. അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷയുണ്ട്, അവരിൽ നിന്ന് ഒരുപാട് നന്മ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അവരിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ഇകഴ്ത്തി പറയുക, അവരെ ഒഴിവാക്കുക, അവരെ അവഗണിക്കുക, അവരിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ മാത്രം പ്രതീക്ഷിക്കുക. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഭാരങ്ങൾ ഈ പഴമക്കാരന്റെ അല്ലെങ്കിൽ ഇച്ചിരി വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ മേത്ത് പരസ്പരം അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ആ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഇതധികം ചർച്ച ചെയ്യപ്പെടില്ല. ചർച്ച ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ വിടുകയാണ് മാഷേ. ഓക്കെ.
അപ്പൊ ഇതില് 36 പേര് അംഗങ്ങളായിട്ട് ഇതിനകത്തുണ്ട്, മീറ്റിംഗിലുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, അഭിപ്രായ വ്യത്യാസമൊക്കെ പറയാം. ഇത് പഴമക്കാര് തന്നെ പറയണമെന്നില്ല. ഇപ്പൊ രാമേട്ടൻ ഉണ്ടല്ലോ ഇതിനകത്ത്, രത്നകുമാർ ഉണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചായിരുന്നോ ഇന്ന്? ക്വസ്റ്റ്യൻ വായിച്ചു. ക്വസ്റ്റ്യൻ ഇതാണ്: ഗ്രൂപ്പിലെ പഴമക്കാർ ഇപ്പോഴും കഷ്ടത അനുഭവിക്കുന്ന മദ്യാസക്തർ ആകാമെന്ന് ഞാൻ ഓർമ്മിക്കുന്നുവോ? അവരെ സഹായിക്കാനും ഒപ്പം തന്നെ അവരിൽ നിന്ന് പഠിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ടോ? മൈക്ക് ഓർമ്മയുണ്ട്. മൈക്ക് ഓൺ ആക്കിയവര് പറഞ്ഞോളൂ. ദൈവാനുഗ്രഹത്തിലുള്ള സഞ്ചാരം ഇനി ഞാൻ മദ്യപിച്ചില്ല. എന്റെ പേര് ഖലീൽ. എത്ര തന്നെ ആയാലോ ഇതിന്റെ പിന്നാലെ കുറച്ചൊക്കെ ഓടിപ്പോയി നോക്കിയിട്ടുണ്ട്. ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മനസ്സമാധാനം ഗ്രൂപ്പിൽ വന്നാലും കിട്ടണല്ലോ എന്നുള്ള ഒരു കൊതി, വെറുതെ ഒരു കൊതി, അത് മാത്രം. അപ്പൊ അതെങ്ങനെ അറിവിൽ കൂടി ആവുമ്പോ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ആ ത്രികോണത്തിൽ പറഞ്ഞു ചെയ്തു, പാരമ്പര്യം അത് ഐക്യമാണ് തരുന്നത്. അപ്പൊ വെറുതെ ആദ്യമൊക്കെ എൻ്റെ ആ ഒരു ശാഖരബുദ്ധിയിലൊക്കെ ഈ ഐക്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള ഈ അന്വേഷണമൊക്കെ കുറെ നടത്തിയതിലൊക്കെ തന്നെയാണ് ചില ഭാഗങ്ങളിലൊക്കെ എത്തിപ്പെട്ടതൊക്കെ. ചിലർ കാണാനും ചിലവരെ കൂടുതൽ മനസ്സിലാക്കാനും ഇപ്പൊ ഈ ഇതിൽ ചോദിച്ച മാതിരി ആ പഴമക്കാരിൽ നിന്നിട്ട് സത്യത്തിൽ ഒരു കൈക്കോട്ട് മാതിരി ചോർത്തിയിരിക്കണ പണി തന്നെ ഉണ്ടായിട്ടുള്ളൂ. പകർന്നു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും. ഒന്നാമത്തത് അത് അതിൻ്റെ ആ ശൈലി എനിക്ക് അറിയായിട്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നിന്ന് തരാഞ്ഞിട്ടാണോ എന്നും അറിയില്ല, അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യം ഇല്ലായിട്ടാണോ എന്നും അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ശ്രോതാക്കളൊന്നും കിട്ടിയില്ല ഇനി. അതുകൊണ്ട് ഇങ്ങനെ ഇത് ഈ പാരമ്പര്യത്തിൻ്റെ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ ആ മനസ്സിലിങ്ങനെ വരുന്നതുള്ളൂ. എത്ര തന്നെ ആയാലും ഏത് രീതിയിൽ തന്നെ ആയാലും ഞാൻ കണ്ടെടുത്തതിൽ വളരെ ഭംഗിയായിട്ട് ഐക്യം കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന പഴമക്കാരും വളരെ ഭംഗിയായിട്ട് ആത്മാർത്ഥപരമായിട്ട് ഗ്രൂപ്പ് മീറ്റിങ്ങിലൊക്കെ വളരെ കണിശമായിട്ടും ഇതൊക്കെ കാണുമ്പോൾ വലിയ ബഹുമാനം തോന്നിയിട്ടുണ്ട്. അതും ഒരു ജന്മം. കാരണം എന്നെ കൊണ്ടാവില്ല. ആ ഒരു പരിഗണനയിൽ തന്നെയാണ് കൊടുത്തത്. ആ പരിഗണന കണ്ട് പിന്നെ ചില പ്രശ്നങ്ങള് എന്തെങ്കിലും അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, മറ്റേതായി എന്നൊക്കെ അപ്പോഴും അതും മറ്റുള്ള പഴമക്കാരോട് ഇങ്ങനെ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ വളർച്ചന്റെ ഭാഗമാണ്, നീ അങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ അതിലും സമാധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇപ്പൊ ഈ ഞാൻ വെറുതെ ചുമ്മാ ചോദ്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത് വലിയൊരു ഫീൽ വല്ലാതെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ശക്തമായുള്ള ഒരു മനസ്സിനെ ഇളക്കി മറിച്ച അല്ലെങ്കിൽ നശിച്ചു പോകുമല്ലോ എന്നുള്ള അങ്ങനത്തെ ഒരു തോന്നലൊന്നും ഇതിലുണ്ടായിട്ടില്ല. അപ്പൊ അതൊന്നും പറഞ്ഞു. ഓക്കെ, താങ്ക്സ്. പറഞ്ഞോളൂ. മാഷേ, പ്രിയമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ ദൈവാനുഗ്രഹം കൊണ്ടും ആൽക്കോളിക്സ് അനോണിമസിന്റെ സഹായം കൊണ്ടൊന്നും കുടിച്ചിട്ടില്ല. എന്റെ പേര് മണി. എല്ലാവർക്കും കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കണു. അപ്പോ സന്തോഷവാനാണ്. ഈ ആൽക്കോളിക് അനോണിമസിൽ പഴയ ആളുകൾ പറയും എപ്പോഴും എന്താന്ന് പറഞ്ഞാല്, ഈ വിശന്നിരിക്കുന്നവന് ഇല കിട്ടായിട്ട് ഉണ്ടിരിക്കുന്നവന് പായ കിട്ടായിട്ട് എന്നുള്ളത്. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ പുതിയ ആളുകളായിട്ട് വരുന്നവർക്കൊക്കെ അവർക്ക് എലിയും ആൽക്കോളിക് അനോണിമസിന്റെ ആ ഒരു വിഭവങ്ങളും ഒക്കെയാണ് ഓല് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ടതും അതാണ്.
പഴമക്കാരൻ പിന്നെ കുറച്ച് ക്ഷീണമൊക്കെ പിടിച്ച് നല്ല സമയത്തൊക്കെ കുടിച്ച് ഒന്ന് ഒരു വിശ്രമിക്കാനാണ് ആഗ്രഹിക്കുക. രണ്ടു കൂട്ടർക്കും അത് ആവശ്യമുള്ളതാണ്. പിന്നെ എന്തായാലും പഴമക്കാരൻ ഗ്രൂപ്പില് അയാളുടെ സാന്നിധ്യം അറിയിക്കും. അതിന് അയാള് നിർബന്ധിതനാവും. കാരണം അയാളുടെ സുബോധം നിർത്തണമെങ്കിൽ ഗ്രൂപ്പിൽ വന്നേ പറ്റൂ. അപ്പൊ ഒരു പുതുമക്കാരെ വരുമ്പോ അതേപോലെ തന്നെ ആൽക്കഹോളിക് അനോണിമസിലുള്ള പഴമക്കാരിൽ പലരും ഞാൻ കണ്ടത് ഈ തലയിൽ വെച്ചാല് പേനായിരിക്കും, താഴെ വെച്ചാ ചെറിയ ചെറിയ എറുമ്പായിരിക്കും എന്നൊക്കെയുള്ള ഒരു പരിലാളനം അല്ല, അങ്ങനെ ഒരു പരിചരണമൊക്കെ കൊടുക്കാറുണ്ടോ? അവന് എങ്ങനെയെങ്കിലും ഒക്കെ നിലനിന്ന് പോണം എന്നുള്ള ആഗ്രഹത്തിൽ. സത്യത്തില് ഏഴ് പറയുന്നുണ്ട് ഇങ്ങനെ ക്യാരിങ് ദ മെസ്സേജ്, എന്താ നോട്ട് ക്യാരി ദ ഈ പിന്നെ ചുമക്കണ്ടെന്നൊക്കെ പറഞ്ഞാല് ഞാൻ എന്റെ പരിസരത്ത് പ്രാദേശികമായിട്ടും ഒക്കെ കാണുന്ന അങ്ങനെയല്ല. പലപ്പോഴും യാത്രയിലും അങ്ങനെയൊക്കെ ഒരു ഒരു വല്ലാത്ത ഒരു സൗഹൃദമൊക്കെ ഒക്കെ വളർത്തിയെടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ സത്യത്തിൽ അയാള് വേണ്ടത്ര പടിയും പാരമ്പര്യം പ്രോഗ്രാമും ഉൾക്കൊള്ളുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് ഈ ഒരു സുബോധത്തിലേക്ക് അയാളൊക്കെ നയിക്കപ്പെടുന്നു. അപ്പൊ അത് പിന്നെ ചിലര് കുറച്ച് എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിട്ടുള്ള പുതുമക്കാരൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ വരുന്ന പുതുമക്കാരൊക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒക്കെ പഠിച്ചെടുക്കുകയും സ്പീഡ് ഗെയിമൊക്കെയാണ് അവരിലൊക്കെ. അപ്പൊ പഴമക്കാരെ ഇപ്പൊ അവിടെ എന്താന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാല് പഴമക്കാര് പിന്നില് ഇരുന്നാ മതി. ചിലപ്പോ ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് വേണ്ട പോലെ കേൾക്കാൻ പോലും തയ്യാറാകാതെ ചിലപ്പോ ചട്ടപ്പ് കുട്ടപ്പാന്നൊക്കെ പറയും അങ്ങനെ പുറകിലിരിക്കാനുള്ള. പക്ഷെ സത്യത്തിൽ എന്തായാലും ആൽക്കഹോളിക് അനോണിമസ് ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പഴമക്കാരൻ നമ്മൾ ഈ ഇലക്ട്രിക് പോസ്റ്റ് കാണുന്ന പോലത്തെ ഒരു സേവയറാണ്. ആൽക്കഹോളിക് അനോണിമസിന്റെ ഗ്രൂപ്പിനെ നിലനിർത്താനും അംഗങ്ങളെ അങ്ങനെ പരിപാലിച്ച് ഒക്കെ നിലനിർത്താനും ഒക്കെ ഉള്ളൊരു ഉത്തരവാദിത്വം ഒരു പഴമക്കാരനെ സംബന്ധിച്ചുണ്ട്. അത് പരിപാലിക്കുന്നവർ തന്നെയാണ് കൂടുതൽ പേര്. അവരൊക്കെ ഇതില് നിലനിന്ന് പോകണുള്ളൂ. അല്ലാത്ത പഴമക്കാരനൊക്കെ വീണ്ടും ഡ്രെയിനേജിലൊക്കെയാ കാണുന്നത്. ഏതായാലും ഇത്രയേ ഉള്ളൂ മാഷെ എനിക്ക് പറയാൻ. ഓക്കെ, താങ്ക് യു. രാമേട്ടൻ എന്തോ പറയാൻ വന്നോന്നിരിക്കുന്നു. മാഷെ സൈത്ത് മാഷ് കൈ കാണിച്ചിട്ടുണ്ട്. സൈത്ത് മാഷെ പറഞ്ഞോളൂ. സൈത്ത് പറഞ്ഞോ. ഓക്കെ. പിന്നെ ഞാനിപ്പോ ഇവിടെ ഇതിലിങ്ങനെ ഒരു പ്രമോദ് ഭായ് പറഞ്ഞതും പിന്നെ ജോസഫ് മാഷ് പറഞ്ഞതെല്ലാം ആയിട്ടുള്ള കാര്യം വെച്ച് ആലോചിക്കുമ്പോ ഞാന് ഈ ഒരു ആൽക്കഹോളിക് അനോണിമസ് കൂട്ടായ്മയില് ഇപ്പൊ മണിയേട്ടൻ പറഞ്ഞു വെച്ചതിന്റെ ഒരു ബാക്കി പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നും ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു കൂട്ടായ്മയിലും എപ്പോഴും ഏത് മീറ്റിങ്ങിലായാലും എപ്പോഴായാലും ആ മുൻപേ നടന്ന ആൾക്കാരുടെ പിന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയില്ല. ഒരു വീട്ടിൽ കാരണവരിയ്ക്കുമ്പോ വീട്ടിനകത്തൊരു സുരക്ഷിതത്വ ബോധം അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നെ ആ ഒരു വീട്ടിലെ കാരണവരുണ്ടാവുന്ന സമയത്ത് പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചുറ്റും പോലെയുള്ള ഇത് സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിൽ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടായ്മയില് എപ്പോഴും ആ
ഒരു പഴമക്കാരായിട്ടുള്ള ഒരാളുണ്ടാവുമ്പോ അവിടെ എന്തോ നമ്മൾ ആ ഒരു പ്രതീക്ഷയുടെ കാര്യം മാത്രമല്ല അതിന്. അപ്പൊ എന്തോ ഒരു സുരക്ഷിതത്വ ബോധത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് കൂടും എപ്പോഴും എനിക്ക് ആ ഒരു എനർജി ലെവൽ എന്ന് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോ സംസാരിച്ച ആളുള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ മണിയേട്ടനായാലും ആരായാലും ഇപ്പൊ ഞാൻ മണിയേട്ടനെ കൂടുതൽ വ്യക്തിപരമായിട്ട് അടുത്തറിയുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ നല്ലൊരു ബന്ധത്തിലേക്ക് വന്ന രാമേട്ടനായാലും. അപ്പൊ ആ ഒരു ഇത് ഇപ്പൊ ഇന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്തൊരു മീറ്റിംഗ് ഇല്ലാത്ത അവസ്ഥയിൽ എനിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ എന്നെ ആ മീറ്റിങ്ങിൽ വീഡിയോ കോൾ വിളിച്ച് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അതിൽ പങ്കെടുക്കാൻ അതൊരു കെയർ ചെയ്യുന്നത്. അപ്പൊ ഒരു ബോധമണ്ഡലാണ് ഉള്ളിലൊരു തിങ്കിങ് വന്നത്. ഇങ്ങനെ ആരൊക്കെയോ എൻ്റെ കൂടെ എന്നിലുണ്ട്, എന്നെ സംരക്ഷിച്ചു പോകുന്ന, അങ്ങനെ സംരക്ഷിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ അതിശയോക്തിപരമായിട്ടോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിധേയമാവാം, അതൊന്നുമല്ല പറയുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന എന്തോ ഒരു പ്രൊട്ടക്ഷൻ ഫീലിംഗ്, ഒരു അംബ്രല്ല പോലെ എവിടെയോ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ആവശ്യകത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. താങ്ക് യു. ഓക്കെ, അടുത്തയാള്. സുഹൃത്തുക്കളെ, മധ്യാസക്തനാണ്. ദൈവകൃപയാലും ഞാന് 2018 ആ സമയത്ത് ദൈവത്തിന്റെ പരീക്ഷണം എന്റെ രീതിയിലാണെന്ന് തോന്നുന്നു. അപ്പോ പ്രശ്നങ്ങളോടുള്ള പ്രശ്നങ്ങളായിരുന്നു. അതുപോലെ ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു. കൈയിന്റെ ചെറിയൊരു സർജറി ഇത് ശരിയായില്ല, വീണ്ടും സർജറി, 2-3 പ്രാവശ്യം ചെവി വെളുപ്പൊന്ന് സർജറി, മറ്റുള്ള അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഞാൻ ഒരു ദിവസം വന്നിട്ട് അത്രയായിട്ടുള്ള 1 മാസമൊന്നും ആയിട്ടില്ല. ഞാനിങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു നിറകണ്ണുകളുമായിട്ട് പുറത്തിറങ്ങി. ഇതിനെപ്പോഴാണ് ഒരു പരിഹാരം ഉണ്ടാവും, ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും, ഇനിയൊന്നും പരീക്ഷണമാണല്ലോ, അവിടെ ഒരു സമാധാനവും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പുറത്തു വന്നപ്പം ഒരാൾ എൻ്റെ അടുക്ക വന്നിട്ട്, ഒരു പഴമക്കാരൻ, 10-15 വർഷമുള്ള ഒരു പഴമക്കാരൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഷംസു, നീ ബുക്കുകൾ വായിക്കണം, ബിഗ് ബുക്ക് വാങ്ങണം, സുബോധ ജീവിതം വാങ്ങണം, DR വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം. ശരി പറയാൻ എനിക്ക് ബുക്കിനെ കുറിച്ചൊന്നും അറിയില്ല, ബിഗ് ബുക്ക് എന്താണെന്ന് അറിയില്ല, സുബോധ ജീവിതം എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ എൻ്റെ അടുക്ക പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ഥാപകരെ കുറിച്ചും, ഈ സ്ഥാപക ദിനം 1935-ലാണിത് ഉത്ഭവം, അവിടെ സഹസ്ഥാപകരുടെ പേരും, പിന്നെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരുപാട് ബുക്കുകളുടെ പേര് നിർദ്ദേശിച്ചു പുള്ളി അങ്ങ് പോയി. പക്ഷേ അതിനുശേഷം ഒരു 3-4 വർഷം മേലെക്കൂടി സഞ്ചരിച്ച ഒരാള് വന്നിട്ട് എൻ്റെ അടുക്ക പറഞ്ഞു, ഷംസു, പുറത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഷംസു സാരമില്ല, എല്ലാം ശരിയാവും, ഇതൊക്കെ ഒരു ദൈവത്തിന്റെ പരീക്ഷണമാണെന്ന് കരുതിയിട്ട് മുന്നോട്ട് പോവുക, നമുക്ക് കിട്ടിയത് ഒരു പുനർജന്മമാണ്, 2ാം ജന്മമാണ്. അപ്പം ഇതൊക്കെ ഒരുപാട് ത്യാഗ മനോഭാവത്തിൽ ഇതൊക്കെ കാണണം, മുന്നോട്ട് പോകും, എല്ലാം ശരിയാവും, നമുക്ക് ഇങ്ങനെ വന്ന ആൾക്കാരാണ്, എനിക്കൊക്കെ എങ്ങനെ ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചു. ഒരു സാന്ത്വന വാക്കുകൾ, ശരിക്കും പറഞ്ഞ ആ വാക്കിൽ ഞാൻ എല്ലാം കൂടെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹാരം ഉണ്ടായെന്ന് പറയാം ആ ദൈവത്തിൽ. പിന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമായിട്ടൊരു കാര്യം, എല്ലാം നീ ഏത് ദൈവത്തിലാണ് നിന്റെ ഒരു വിശ്വാസം, ആ ഒരു വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസം സന്തോഷകരമായിട്ട് പോകും മോനെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ പഴമക്കാർ പുതുമക്കാരെന്നൊക്കെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഒരു പഴമില്ല, ഒരു പുതിയതും ഇല്ല, ഇവിടെയൊക്കെ ക്വാണ്ടിറ്റി അല്ല. ഇപ്പം അന്ന് തന്നെ വേറൊരു പുള്ളി എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, നീയൊക്കെ ഒരുപാട് വെട്ടുമുത്തായിട്ട് നടന്നവനല്ലേ, ഒരുപാട് കേസൊക്കെ ഉള്ളവനല്ലേ, നീയൊക്കെ അനുഭവിക്കും, കുറച്ചൊക്കെ ഉണ്ടാവും, അത് പിന്നീട് ശരിയാവുന്നൊക്കെയാണ്. ഇവിടെ ക്വാളിറ്റിയാണ്. പരിഹാസിക്കുന്ന എത്ര പഴമക്കാരൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളെ, ഒരു പുതുമക്കാരൻ കയറി വന്നിട്ട് അയാളെ ഇൻവെന്ററി എടുക്കുകയാണ്, എങ്ങനെയാണ്, എത്ര കാലം കുടിച്ചു, ഏതൊക്കെ രീതിയിൽ കുടിച്ചു, എത്ര ഭാര്യമാരുണ്ട്, എത്ര മക്കളുമാരുണ്ട്, എന്തിനാ കുടിച്ചത്, എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്, എന്തിനാ കിണറത്തി വെള്ളം ചാടിയത്, എന്തിനാ തൂങ്ങി മരിക്കാൻ പോയത്, എന്തിനാ,
ഇതൊക്കെയാണോ പഴമക്കാർ ചോദിക്കേണ്ടത്? ഒരു സാന്ത്വന വാക്കുകൾ കൊണ്ട് അവരെ ഒന്ന് ആ ഒരു രീതിയിൽ പരിചയപ്പെടുത്താമെന്ന് എൻ്റെ ഒരു ചിന്താഗതി. ഞാനിത് പറഞ്ഞ എൻ്റെ ഒരു അനുഭവമാണ്, അല്ലാതെ പഴമക്കാരെ പരിഹസിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയോ പറഞ്ഞതല്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഐക്യം, അതാണ് പാരമ്പര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പുതുമക്കാർ വരുമ്പോൾ അവർ ഏത് രീതിയിൽ അവർ കൈകാര്യം ചെയ്യണം എന്നൊന്ന് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ പഴമക്കാർ. അല്ലാതെ ഇവിടെ ക്വാണ്ടിറ്റി ആണ് എല്ലാവരും പ്രധാനം കൽപ്പിക്കുന്നത്. ഇവിടെ ക്വാളിറ്റി ആണ് വേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അത്രയേ പറയുന്നു. ഓക്കെ, താങ്ക് യു. മാഷേ, ഞാൻ യെസ്, പറഞ്ഞോളൂ. മൈ നെയിം ഇസ് ഷിബോയ മാൻ ആൽക്കോളിക്. അതിനകത്ത് നമ്മുടെ 12/12 ലേഖനങ്ങളിൽ ബില്ല് വിവരിക്കുന്ന ഒരു കാര്യമുണ്ട്. പഴമക്കാര് ഗ്രൂപ്പിന്റെ ഹൃദയവും ന്യൂ കമേഴ്സ് അല്ലെങ്കിൽ പുതുമക്കാര് ആ ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ധമനികളുമാണെന്ന്. അപ്പൊ ഹൃദയവും ധമനിയും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടും ഒരേപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ ആള് മരണപ്പെടും. അതുകൊണ്ട് തന്നെ പഴമക്കാർക്കും പുതുമക്കാർക്കും തുല്യ പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് ബില്ല് ആ ഒരു ഉദാഹരണത്തിലൂടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടൊക്കെ ആയിരിക്കാം പഴമക്കാര് ഞാൻ ഇത്ര വർഷമായി, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാം കേൾക്കണം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. എന്തു ആയിക്കോട്ടെ, അയാൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ, എനിക്കതിനകത്തുനിന്ന് സ്വീകരിക്കാവുന്ന എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ അയാൾ ദേഷ്യത്തിലായിരിക്കാം പറയുക, ചിലപ്പോൾ അയാളുടെ സൗണ്ട് ഇച്ചിരി ഉച്ചത്തിലായിട്ടുണ്ടാവും. അതെല്ലാം എയോടുള്ള സ്നേഹം കൊണ്ടാണ്. നന്നായി നടക്കണമെന്നാണ് ലോകം മുഴുവനുള്ള പഴമക്കാരായാലും പുതുമക്കാരായാലും ആഗ്രഹിക്കുന്നത്. ഒരാളും നശിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംസാരിക്കാറില്ല. അയാളുടെ കാഴ്ചപ്പാട് അതാണ്, അയാളുടെ അറിവ് അതാണ്, അയാളുടെ അനുഭവം അതാണ്. അതുകൊണ്ടാണ് അയാൾ പറയുന്നത്. ഇത്തരം തർക്കങ്ങളൊക്കെ പലപ്പോഴും പല ഗ്രൂപ്പുകളിലും നമുക്ക് കണ്ടെത്താൻ കഴിയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അവരിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഒരാളൊരു തർക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കും. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മള് 365 ദിവസമുള്ള മീറ്റിംഗ് ആണത്. അതിനകത്ത് വെറും 12 മീറ്റിംഗ് ആണ് ഓപ്പൺ മീറ്റിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളൂ. 365 മീറ്റിംഗിൽ നമ്മൾ വെറും 12 മീറ്റിംഗ് ആണ് ഓപ്പൺ മീറ്റിംഗ് ആയിട്ട് വെച്ചത്. അതിനകത്ത് അലനോണ് എന്തിനാണ് ക്ഷണിക്കപ്പെട്ട അലനോണൊന്നും സംസാരിക്കേണ്ടത് ആവശ്യമില്ലെന്നൊക്കെ ചില പഴമക്കാർ പറയാറുണ്ട്. പക്ഷെ ചരിത്രം പരിശോധിക്കുമ്പോൾ അലനോണും അതുപോലെ തന്നെ ഈ പുരോഹിതരും ഡോക്ടർമാരും ഒക്കെ ഓപ്പൺ മീറ്റിംഗിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട്. ലോകം മുഴുവനുണ്ട്. ഇത് ലോകം മുഴുവനുമുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ കാണുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ. ഞാൻ തൊടുപുഴ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലും ഇരുന്നുകൊണ്ട്, എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട്, ആ കുടിസ് റൂമിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്, ചിലപ്പോൾ എനിക്കിത് മനസ്സിലാകാൻ സാധിക്കുകയില്ല. അപ്പോൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ, കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ലോകവ്യാപകമായ കാഴ്ചപ്പാടുണ്ടാവുന്നതും പഴമക്കാരായാലും പുതുമക്കാരായാലും അവർക്കും കൂടി നല്ലതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. മഹേഷേട്ടന്റെ മൈക്ക് ഓപ്പൺ ആണ്. ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞു. സുഹൃത്തുക്കളെ, മധ്യാസത്തിനാണ്. കൂട്ടായ്മയിലായിരുന്നു, 2 ദിവസം കുടിക്കേണ്ടി വന്നില്ല. എൻ്റെ പേര് മഹേഷ്. ഹായ്. ഇക്കാര്യത്തില് എനിക്ക് തോന്നുന്നത്, ഇതില് പഴമക്കാരായാലും പുതുമക്കാരായാലും ഒരു മെമ്പർക്ക് ദൈവത്തിനെ അനുഭവിക്കാനുള്ള ഓരോ ചാനലുകൾ എന്ന് പറഞ്ഞാല് ദൈവികത അനുഭവിക്കാനുള്ള ഒരു തരത്തിലേക്ക് രൂപപ്പെട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ മറ്റൊരാൾ എന്നോട് ഏത് തരത്തിൽ പെരുമാറുന്നു എന്നുള്ളത് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാല്, എനിക്ക് പരിലാളന കിട്ടേണ്ടത്, അല്ലെ കരുതൽ കിട്ടേണ്ടത് ദൈവത്തിനടുത്ത് നിന്നാ. അതിനിടയ്ക്ക് പിന്നെ ഏതെങ്കിലും തരത്തില് മറ്റൊരാൾ എന്നോട് മോശമായിട്ട് പെരുമാറുന്നതെന്ന് പറഞ്ഞാല്, നമ്മളൊരു ഡെയിലി റിഫ്ലക്ഷൻ പറഞ്ഞ പോലെ, മറ്റൊരാൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ നമ്മളും ഇതിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളും തെറ്റിലാണെന്നുള്ളതാണ്, ഒരു ആത്മീയ പ്രത്യക്ഷ പ്രമാണമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നത് അതാണ്. അതായത് ഒരാളെയും കരുതലും കാര്യങ്ങളും അല്ല, ദൈവത്തിന്റെ കരുതലും കാര്യങ്ങളാണ് എന്ന് വെച്ചിട്ട് മറ്റുള്ള ആൾക്കാർക്ക് പഴമക്കാരായാലും പുതുമക്കാരായാലും
അവർക്ക് പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല, പക്ഷെ അവർക്ക് അർഹമായ പ്രാധാന്യം തന്നെയുള്ള മൊത്തത്തിൽ ഉള്ളതിൻ്റെ ഒരു അംശം മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആകെത്തുക എന്ന് പറയുന്നത് ഇതിൽ ദൈവികതയാണ്, അല്ലെങ്കിൽ ദൈവമാണ്. അപ്പോൾ ഇതിനോട് ഒരു ഇമ്പം തോന്നുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പരിപാടിനോട് പദ്ധതിനോട് ഒരു ആകർഷണം തോന്നുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പല രീതിയിലായിരിക്കും. ഒരാൾ ചിരിക്കുന്നത്, ഒരു കോമഡിക്ക് ഒരാൾ ചിരിക്കും, പക്ഷെ മറ്റൊരാൾക്ക് അതിൽ യാതൊരു ഹാസ്യം തോന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആൾക്കാർക്ക് അപ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് വെച്ചിട്ട് അമിത പ്രാധാന്യം ആർക്കും ഇല്ല. അതുപോലെ തന്നെ ഒരാൾ എന്നെ ഇകഴ്ത്തി സംസാരിക്കുന്നതും ഒരാൾ പുകഴ്ത്തി സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്തരത്തിൽ അനുഭവപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ മറ്റൊരാൾ അയാളെ രീതിക്കനുസരിച്ച് അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ ഓക്കെ കൂൾ എന്ന് പറഞ്ഞിട്ട് അയാളേതായ വഴിക്ക് വിടാനും അതിൽ ഞാൻ വേവലാതിപ്പെടാതിരിക്കാനുള്ള ഒരു സാധ്യതയാണ് പദ്ധതിൻ്റെ ആകെത്തുക. അതായത് എന്ത് സംഗതി വന്നാലും വേവലാതിപ്പെടാതിരിക്കാനോ അല്ലെങ്കിൽ അസ്വസ്ഥനാകാതിരിക്കാനുള്ള, കൊടുങ്കാറ്റിനിടയിലും ശാന്തത അനുഭവിക്കാനുള്ള ഒരു സംവിധാനം. അതിന് ദൈവമായിട്ടുള്ള സമ്പർക്കം സാധ്യമാക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ മീറ്റിങ്ങിലായാലും പുറത്തുള്ള ജീവിതത്തിലായാലും. അപ്പോൾ ഇതിൽ പഴമക്കാരൻ പുതുമക്കാരൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് അതിൽ പഴമക്കാരനും പുതുമക്കാരനും ദിവസങ്ങളെ പ്രാധാന്യമല്ലല്ലോ. അപ്പോൾ ഇതിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു സംഗതി വരുന്നേരം അതിൽ വ്യത്യസ്തതയില്ല. പഴമക്കാരനായാലും പുതുമക്കാരനായാലും ആള് മെമ്പറാണ്, അല്ലെങ്കിൽ മറ്റൊരു മെമ്പർക്ക് ദൈവികത അനുഭവിക്കാനുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഒരാളെ തമാശ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാളെ തമാശ ചിലപ്പോൾ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതാണ് ഈ ദൈവത്തിന് അനുഭവിക്കാൻ പറ്റുന്ന ഒരിതെന്ന് വെച്ചാൽ ആ വഴിയിലൂടെ അത് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക. മറ്റുള്ളതിനെ അനാവശ്യമായ ഗൗരവം കൊടുത്തിട്ട് മറ്റുള്ള ആൾക്കാർ മോശക്കാരാന്നല്ല, എനിക്ക് ആ ചാനൽ ട്യൂൺ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ദൈവികത അനുഭവിക്കാനുള്ളൊരു ചാനൽ ഏതാണെന്ന് വെച്ചാൽ ആ രീതിയിൽ തുടർന്ന് പോവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരാളെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ വേറൊരാളെ കൂടുതലായിട്ട് പരിഗണിക്കാനോ എന്നുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അത്തരത്തിലൊരു സമീപനം എനിക്ക് വരികയാണെങ്കിൽ ഞാൻ പദ്ധതിയിൽ നിന്ന് പുറത്തായി പോകുന്നത്. ഞാൻ സ്വയം പദ്ധതിയിൽ നിന്ന് പുറത്തായി പോവുക. കാരണം മറ്റുള്ള ആളെ തള്ളുക എന്ന് പറയുന്നത് എൻ്റെ ഒരു അപാകതയാണ്. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എനിക്ക് ദോഷകരമായ തരത്തിൽ എന്നോട് ഇടപെട്ടെന്ന് പറഞ്ഞാൽ, അതായത് ഭൗതികമായിട്ടുള്ള സംഗതികളിൽ ഇടപെടുമ്പോൾ നമുക്ക് യുക്തി ഉപയോഗിക്കാം. പക്ഷെ ആത്മീയ പദ്ധതിയിൽ യുക്തിക്ക് യാതൊരു പ്രാധാന്യമില്ല. അപ്പോൾ അയാളേതായ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ ഓക്കെ ടേക്ക് ഇറ്റ് ഈസി കൂൾ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് നന്നാകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആരാണ് ഇനിയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാൻ്റെ പറയാം? മാഷേ, പറഞ്ഞോളൂ. പ്രമോദാണ്. ഞാനേ ഒരു കാര്യം ഇവിടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്, ഇതിൽ ഒപ്പം അവരിൽ നിന്ന് തന്നെ പഠിക്കാനെന്നുള്ള ഒരു ഭാഗത്തെ പറ്റി എല്ലാവരും സംസാരിച്ചപ്പോൾ പഴമക്കാരിലും ഒരുപാട് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിന് ഏറ്റവും ആവശ്യമുള്ള ആൾക്കാരാണ് പഴമക്കാർ. പഴമക്കാർക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മുടെ ഒരു റീഡിങ്ങിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഗ്രൂപ്പിന് പഴമക്കാരെ ആവശ്യമില്ലെങ്കിലും പഴമക്കാർക്ക് ഗ്രൂപ്പിനെ ആവശ്യമില്ലെങ്കിലും ഗ്രൂപ്പിന് പഴമക്കാരെ ആവശ്യമുണ്ടെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അതിശയോക്തിയില്ല. കാര്യം അത് പറയുന്നത് ഒരു ഗ്രൂപ്പിന്റെ ശരിക്കും ആ ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിനെ മറ്റവന്റെ പുതുമക്കാരുടെ മനസ്സിലേക്ക് സ്ഥാപിച്ചെടുക്കുന്നതും ഇദ്ദേഹത്തിലൂടെയല്ലേ. അതിൽ ഒരു ദിവസമെങ്കിലും പഴയ ആളായിരിക്കുമല്ലോ അവിടെയുള്ള ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരല്ലേ ഈ ഒരു പുതുതായിട്ട് എത്തുന്ന ഒരാളുടെ മനസ്സിലേക്ക് ഗ്രൂപ്പിനെ സ്ഥാപിച്ചെടുക്കുന്നത് അവരുടെ ഷെയറിങ്ങിലൂടെ, അവരുടെ ബിഹേവിയറിലൂടെ,
അവരുടെ പ്രശ്ന പരിഹാരങ്ങളിലൂടെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പഴയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ കുറെ ആളുകൾ അത് പറയാറുണ്ട്, ഇങ്ങനെ സ്ഥായിയായ ഉദ്ദേശമൊന്നും കൊണ്ടു നടക്കുന്നില്ല. അങ്ങനെ അവർ കുറെ കാലം കഴിയുമ്പോൾ കോംപ്രമൈസിലേക്ക് പോകുന്നതൊക്കെ വളരെ പെട്ടെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് പ്രശ്നങ്ങൾ ടാക്കിൾ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയ ഒരു പിടി കാര്യങ്ങൾ ക്ഷമിക്കാൻ കഴിയുക, ഒരു പിടി കാര്യങ്ങൾ ഗ്രൂപ്പിലെ ബിഹേവിയർ, ഗ്രൂപ്പിലെ ആ ഒരു നമ്മുടെ ഇടപെടലുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് പഴമക്കാരിൽ നിന്നാണ് നമ്മൾ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും അത് ഒരു ഗ്രൂപ്പിന് നീഡ് തന്നെയാണ്. അപ്പോൾ പക്ഷെ അതേ സമയത്ത് തന്നെ അവരെ സഹായിക്കാനും നമ്മൾ സന്നദ്ധരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോയിന്റിനെ പറ്റി മാഷക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ? അവരെ എങ്ങനെയാണ് സഹായിക്കുക പഴമക്കാരെ എന്ന തലത്തിൽ? ഹലോ, ആ മാഷെ. അപ്പൊ ഞാൻ ആൽക്കഹോൾസ് അനോണിമസിൽ 1992 ഏപ്രിൽ 4-ാം തീയതിയാണ് ഒരു ചികിത്സാലയത്തിലെത്തി AAയിൽ വന്നത്. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചികിത്സ നടത്തിയ സ്ഥലത്ത് ഗ്രൂപ്പ് ശരിക്കും ആൽക്കഹോൾസ് അനോണിമസ് നടത്തുന്ന ഒരു ഗ്രൂപ്പ് ആയിരുന്നില്ല, ഒരു ചികിത്സാലയത്തിന്റെ ഗ്രൂപ്പായിരുന്നു. പെട്ടെന്ന് എനിക്കത് മനസ്സിലായി. ഞാൻ കോഴിക്കോട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിലേക്ക് പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ, 3 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഒരു ഡെലിഗേറ്റ് ആയിട്ട് ഞാൻ ബോംബെയിലേക്ക് പോയി. ആ കാലാവധി കഴിഞ്ഞപ്പോൾ തന്നെ അപ്പൊ ട്രസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഒരു സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു. കാരണം ആളുകളില്ലാത്തതുകൊണ്ടാണ്, അന്ന് വേറെ ആളിൽ കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് അതിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി കേരളത്തിൽ ആവിഷ്കരിച്ചു. അപ്പൊ അതിന്റെ ചെയർപേഴ്സൺ ആകണമെന്നുള്ളൊരു നിർദ്ദേശം വന്നു. അപ്പൊ ഞാൻ അതിനൊരു താല്പര്യം കാണിച്ചില്ല. പക്ഷെ അപ്പൊ നിർബന്ധം വന്നു. അത് മാത്രമല്ല, അപ്പൊ ചില ആൾക്കാരൊക്കെ പറയുകയും ചെയ്തു, ഈ അധികാരങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് കുടിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടായിരിക്കാം ഈ ഓരോ ഗ്രൂപ്പ് സെക്രട്ടറി അല്ലെങ്കിൽ ഡെലിഗേറ്റ് പിന്നെ ട്രസ്റ്റി അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റീന്റെ ചെയർമാൻ ആകുന്നതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമായിട്ട് സത്യത്തിൽ ഞാനത് അത്ര താല്പര്യം കാണിച്ചൊരു വിഷയമായിരുന്നില്ല. എന്താണെങ്കിലും അത് അത്ര അധികകാലം നീണ്ടുപോയില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സേവനം സർവീസ് രംഗത്ത് തീർന്നു. അപ്പോഴേ ഒരു 10-12 വർഷം കഴിഞ്ഞു, ഒരു 15 വർഷമൊക്കെ ആയി കാണും. അപ്പൊ ഞാനിവിടെ ഗ്രൂപ്പിലെ മീറ്റിങ്ങുകളിലൊക്കെ പോകും. അതിനിടയിൽ പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ ഗുഡലൂർ ഏരിയയിലെ മീറ്റിംഗ് ആരംഭിച്ചു. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി. അവിടെയൊക്കെ ഒരുവിധം കുറെ മീറ്റിങ്ങുകളൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം വയനാട്ടിൽ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ ആയി. അപ്പോൾ ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇനി പിന്നെ ഇവിടുത്തെ ഗ്രൂപ്പിൽ പോകുക, അല്ലെങ്കിൽ ഇപ്പം കോഴിക്കോട് പോയിട്ട് പ്രസംഗിക്കേണ്ട കാര്യമില്ല ഞാൻ, അല്ലെങ്കിൽ പാലായിലും തൊടുപുഴയും തിരുവനന്തപുരത്തേക്കും പോകേണ്ട കാര്യമില്ല. അപ്പൊ ഞാനിവിടെ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പ് മീറ്റിങ്ങിന് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അത് മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഒരുപക്ഷെ ആൽക്കഹോൾസ് അനോണിമസിൽ പുതിയതായിട്ട് വന്ന ചില അംഗങ്ങൾ ചില സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ചില ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടും ചില പ്രോത്സാഹനങ്ങൾ, ചില കാര്യങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ അവർ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അപ്പൊ എന്നോടത് ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഉള്ള ഒരു നിർദ്ദേശം തരുകയൊക്കെ ചെയ്തു. അതെനിക്ക് വലിയൊരു ചേഞ്ച് എന്നിൽ വരുത്തി. ഒരുപക്ഷെ ഇപ്പോൾ സജീവമായിട്ട് ആൽക്കഹോൾസ് അനോണിമസിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ആൽക്കഹോൾസ് അനോണിമസിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾ തരുന്ന പ്രോത്സാഹനമാണ്. ഇതൊരു ആത്മീയ പരിപാടിയാണ്, ഇതിന് പ്രോത്സാഹനമൊന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയുമെങ്കിലും ഫലത്തിൽ ഒരാൾ സജീവമായി നിൽക്കാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ പഴമക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് പ്രായം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സത്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സമൂഹത്തിൽ പ്രായം ചെന്ന ആളുകളെ മറ്റുള്ളവർ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന കാര്യവും കൂടി ഇതിനകത്ത് ശ്രദ്ധേയമാണ്. കാര്യം ഇതൊരു സ്പിരിച്വൽ പ്രോഗ്രാമാണ്, അത് ശരിയാണ്. കാരണം ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ ഈ കടുത്ത പ്രമേഹ രോഗികളുണ്ടാകും, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാകും. അപ്പോൾ അത്തരക്കാരെ സഹതാപപൂർവം പരിഗണിക്കുന്നുണ്ടോ,
പുതിയതായി എയിൽ വന്ന നവാഗതരായ ആളുകൾ എന്ന ഒരു ചോദ്യവും കൂടി അതിനകത്തുണ്ട്. കാരണം ഈ പഴമക്കാരെന്ന് പറയുമ്പോൾ വെറും സോബറിറ്റിയിൽ മാത്രമല്ല അവര് പഴമക്കാരാകുന്നത്, പ്രായം ചെന്നുകൊണ്ടേ ഇരിക്കുവാണ്. അങ്ങനെ ഒരു പ്രശ്നങ്ങളെ കൊണ്ട് അതും ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം തോന്നി. കാരണം അത്തരം ചില അനുഭവങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ചില അംഗങ്ങളുടെ ഇടയിൽ നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. ഗ്രൂപ്പിൽ പരസ്യമായി നമ്മൾ ഇത്തരം ഒരു സഭയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്തരം ആൾക്കാരെയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ എത്ര പ്രായം ചെന്നാലും എത്ര പഴമക്കാരനായാലും ഏത് പുതുമക്കാരനായാലും കൈവരിക്കാനാകാത്ത ഒരു ഗുണമാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. മറ്റൊരാൾ ചീത്ത പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കത് സ്വീകാര്യമല്ലെങ്കിലും അത് ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള കഴിവ് ഏവർക്കും ഏതൊരു സമയത്തും കൈവരിക്കേണ്ട ഒരു ഗുണമാണ്. അത് പഴമക്കാരായാലും പുതുമക്കാരായാലും അത് വേണ്ട ഒരു ഗുണമാണ്. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോകാം മാഷെ. അടുത്ത പേജിലേക്ക് പോകാം. അങ്ങനെയല്ല, നമ്മളിപ്പോ സമയം ഉണ്ടല്ലോ വേണ്ടുവോളോ. അപ്പൊ നമ്മളൊരു സംശയം വെച്ചുകൊണ്ട് പോകണ്ട. അടുത്ത പേജിലേക്ക് പോകാം, ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ. ഓക്കെ ഓക്കെ. ആറാമത്തെ പാരമ്പര്യം ഇതാണ്. ഓരോ എ ഗ്രൂപ്പും എയുടെ പേര് അതുമായി ബന്ധമുള്ള സൗകര്യങ്ങളുമായോ അല്ലെങ്കിൽ പുറമേയുള്ള സംരംഭങ്ങളുമായോ ഒരിക്കലും ജാമ്യപ്പെടുത്തുകയോ പരസഹായം ചെയ്യുകയോ കടപ്പെടുത്തുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ പണം, വസ്തുവകകൾ, അഭിമാനം ഇവ നമ്മുടെ പ്രാഥമിക ആവശ്യത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കും. ഞാനത് ഒന്നും കൂടെ വായിക്കാം. ഓരോ ഗ്രൂപ്പും, അത് പാരമ്പര്യം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് എല്ലാവരും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓരോ ഗ്രൂപ്പും എയുടെ പേര് അതുമായി ബന്ധമുള്ള സൗകര്യങ്ങളുമായോ അല്ലെങ്കിൽ പുറമേയുള്ള സംരംഭങ്ങളുമായോ ഒരിക്കലും ജാമ്യപ്പെടുത്തുകയോ പരസഹായം ചെയ്യുകയോ കടപ്പെടുത്തുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ പണം, വസ്തുവകകൾ, അഭിമാനം ഇവ നമ്മുടെ പ്രാഥമിക ആവശ്യത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അടുത്തുള്ള ആശുപത്രിയിലെ രോഗികളെ സഹായിക്കാൻ പണപ്പിരിവിന് ഞാനോ എൻ്റെ ഗ്രൂപ്പോ പോകണമോ? എൻ്റെ അഭിപ്രായം വേണ്ടെന്നാണ്. കാരണം ചികിത്സയൊന്നും നടത്തുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക ആശുപത്രിയെ നമ്മൾ സഹായിക്കാൻ ശ്രമിച്ചാൽ ആൽക്കഹോൾസ് അനോണിമസിന്റെ പേര് ആ സ്ഥാപനവുമായി അറ്റാച്ച്ഡ് ആവും. അതുമല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു രോഗിയെ നമ്മൾ സന്ദർശിക്കുന്നു, ഒരു മദ്യാസക്തനെ സന്ദർശിക്കുന്നു, 12-ാം പടി പ്രവർത്തനം, ഒരു ചികിത്സ ആവശ്യമുണ്ട്, ഏത് ഹോസ്പിറ്റലിലാണ് പോകേണ്ടതെന്ന് അവർ ഇങ്ങോട്ട് ചോദിച്ചാൽ പോലും നമ്മളൊരു നമ്മുടെ മനസ്സിലുള്ള ഒരു പർട്ടിക്കുലർ ആശുപത്രിയുടെ പേര് പറയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനുള്ള ഒരു ചോയ്സ് അവർക്ക് തന്നെ കൊടുക്കുക. ഇതിന് ധാരാളം ആശുപത്രികളുണ്ട്. ഇതിനൊരു കാരണങ്ങളെ ഉണ്ട്. കാരണം ചികിത്സ കൊണ്ട് മാറുന്ന ഒരു രോഗമല്ല മദ്യാസക്തി. അവര് വിചാരിക്കും ഒരുപക്ഷെ ചികിത്സിച്ചാൽ മാറുമെന്ന്. അപ്പൊ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി ഇയാൾക്ക് കുടി നിർത്തിയില്ല, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വഴിന്ന് തന്നെ കുടിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമ്മളൊരു ആശുപത്രിയുടെ പേര് നിർദ്ദേശിച്ചാൽ അത് ആൽക്കഹോൾസ് അനോണിമസിന് ദോഷം ചെയ്യും. കാര്യം നമ്മൾ വ്യക്തിപരമായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും ഒരു ഗ്രൂപ്പിലെ അംഗം എന്ന നിലയിലാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ രോഗികളെ സഹായിക്കാൻ പണപ്പെരുവ് നടത്താറുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരവുണ്ട്. കാരണം ഈ കള്ളു കുടിക്കുന്ന ആള് വെറുതെ തോട്ടിന്ന് പച്ചവെള്ളം കുടിച്ചിട്ടൊന്നും അല്ല പൂസ. നല്ല വിലയുണ്ട് മദ്യത്തിന്. ഈ മദ്യം പണം കൊടുത്ത് വാങ്ങി കുടിച്ചിട്ട് തന്നെയാണ് അയാൾ കുടിയനായതും മദ്യാസക്തനായതും അയാൾ കാലം അത്രയും കുടിക്കുകയും ചെയ്യുന്നത്. പണം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരാൾ ഒരിക്കലും മദ്യാസക്തനാകുകയില്ല. കാരണം പണം ഉണ്ടാക്കാൻ അറിയാത്തയാൾക്ക് പണം ഉണ്ടാവില്ലല്ലോ, പണം ഇല്ലാത്തയാൾ കുടിക്കാൻ പറ്റിയല്ലോ. അപ്പൊ പണവുമായിട്ട് ഒരിക്കലും ഇതിനെ ബന്ധപ്പെടുത്തുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്ന കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് വ്യക്തിപരമായിട്ടാണെങ്കിലും ഗ്രൂപ്പ് തലത്തിലായാലും. ഗ്രൂപ്പ് തലത്തിൽ സാധാരണ ചെയ്യാറില്ല. വ്യക്തിപരമായ ചിലരൊക്കെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മറ്റു മദ്യാസക്തരെ സഹായിക്കാൻ എന്നുള്ള രീതിയിൽ പണം നൽകാറുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: അയാൾ കുടിച്ചത് അയാൾ ഉണ്ടാക്കിയ പണം കൊണ്ടാണ്. അയാൾ ചികിത്സിക്കണമെങ്കിലും അയാൾ പണം ഉണ്ടാക്കി ചികിത്സിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി പണം തീർന്നു കഴിഞ്ഞിട്ടാണ് ഇയാൾ കുടി നിർത്താൻ വരുന്നത്, അപ്പൊ ഇയാളുടെ അടുത്ത് പൈസ ഇല്ലല്ലോ എന്നൊരു ചോദ്യം ചോദിക്കും. അവിടെ ഒരു ഉത്തരവുണ്ട്. കാരണം പൈസ ഇല്ലെങ്കിൽ ഇയാൾ കുടിക്കൂലല്ലോ, തന്നെയെ കൂടി നിന്ന് പോകോളൂല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒന്നാമത്തെ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അതിന് ബാക്കി പ്രമോദ് പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
മാഷേ, താങ്ക് യു. അപ്പൊ അതിൽ മാഷ് പറഞ്ഞ കാര്യം പ്രധാന പോയിന്റായിട്ട് മാഷ് പറഞ്ഞു. വേണ്ട എന്ന് തന്നെയാണ് മാഷ് പറഞ്ഞത്. ഉത്തരം ഞാൻ അതിനോട് യോജിക്കുകയാണ്. അടുത്തുള്ള ആശുപത്രിയിലെ രോഗികളെ സഹായിക്കാൻ പണപ്പിരിവിന് ഞാനോ എൻ്റെ ഗ്രൂപ്പോ പോകണോ? അത് വേണ്ട എന്ന് തന്നെയാണല്ലോ ഉത്തരം. അപ്പൊ ഇത് ഈ പാരമ്പര്യങ്ങളുടെ ചെക്ക് ലിസ്റ്റ്